അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, നിസ്കാരം അവഗണിക്കുന്നവർക്കുള്ള 12 ശിക്ഷകൾ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. 12 ശിക്ഷകൾ എങ്ങനെ ലഭിക്കുന്നതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, 12-ൽ 3 ജീവിതകാലത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന ശിക്ഷകളാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു തആല തരുന്ന ശിക്ഷയാണ്. നിസ്കാരത്തെ നിസാരമായി കാണുന്നവരോ, നിസ്കരിക്കാൻ മടി കാണിക്കുന്നവരോ, നിസ്കാരത്തെ കുറിച്ച് മറന്നുകൊണ്ട് ജീവിക്കുന്നവരോ, അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷകൾ എത്ര എണ്ണമാണെന്നറിയുമോ? 12 ശിക്ഷകളാ വരുന്നത്. അതിൽ 3 ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ കിട്ടുകയാണ്. എന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ജരുക്കങ്ങളും പരിവട്ടങ്ങളും ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവേ, എത്ര ദുആ നമ്മൾ ചെയ്യുന്നവരാ, എത്രത്തോളം അല്ലാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ കരഞ്ഞു പറഞ്ഞിട്ട് പോലും. എന്നെ പ്രിയപ്പെട്ടവരെ, ദാ ഉമ്മ വന്നുകൊണ്ട് പറയുകയാണ്, ഒരു ഉമ്മ വന്നുകൊണ്ട് ദുആ ചെയ്യാൻ പറയുകയാണ്. എത്ര കാലമായി എന്റെ മകൻ ഗൾഫ് രാജ്യങ്ങൾ കടന്നുകൊണ്ട് കഷ്ടപ്പെടുകയാ, ഇതുവരെയും അവനൊന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, ഇതുവരെയും അവന്റെ കടങ്ങളൊന്നും മാറിപ്പോയിട്ടില്ല, ഇതുവരെയും അവന്റെ മക്കളെ ഒന്ന് നല്ലതുപോലെ നോക്കാൻ കഴിഞ്ഞിട്ടില്ല. കേട്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നിപ്പോയി എന്റെ പ്രിയപ്പെട്ടവര്. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപകൾ പോലും കടങ്ങളായിട്ട് പ്രാരബ്ധമായിട്ട് ജീവിതം മുന്നോട്ട് ഗമിക്കുന്ന, മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ, ഒരുപാട് ഉമ്മമാരുടെ കണ്ണുനീരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് സുജൂദ് ചെയ്യണേ. നിസ്കാരം നിങ്ങൾ ഒഴിവാക്കി കളയല്ലേ പ്രിയപ്പെട്ടവര്. ആ നിസ്കാരം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാ കടന്നു വരുന്നത്. ആ നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? 1ാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് യംസിഉൽ ബറകതു മിൻ റിസ്ഖിഹി, അവന്റേതായ ഭക്ഷണത്തിൽ നിന്ന് അല്ലാഹു തആല ബറക്കത്ത് എടുത്തു കളയുന്നു. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അവന്റെ റിസ്കിൽ നിന്ന്, അവന്റെ മക്കളിൽ നിന്ന്, അവന്റെ കുടുംബത്തിൽ നിന്ന്, അവന്റെ ഭാര്യയിൽ നിന്ന്, അവന്റെ ജോലിയിൽ നിന്ന് അല്ലാഹു തആല ബറക്കത്ത് അവിടുന്ന് നീക്കി കളയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ ഒരു ചെറുപ്പക്കാരൻ എന്നുകൊണ്ട് പറയുകയാണ്, ഉസ്താദേ, ഞാൻ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് രൂപയാണ് എനിക്ക് മാസം കിട്ടുന്നത്, പക്ഷേ എന്റെ കയ്യിൽ ഒരു നയാ പൈസ എടുക്കാനില്ല. ലക്ഷക്കണക്കിന് രൂപ എന്റെ കയ്യിൽ വരുന്നുണ്ട്, പക്ഷേ എന്റെ കയ്യിൽ ഒരു 1000 രൂപ വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുക്കാനില്ല. വീണ്ടും ഞാൻ പാപ്പരായി പോവുകയാണ്, വീണ്ടും ഞാൻ പാപ്പരായി പോവുകയാണ്. ഇത് ചോരുന്ന കൈയാണോ എന്റെ അടുക്കൽ ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഈ പൈസ മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് എനിക്കൊന്നും ഒരു അറിവ് പോലും ഇല്ല എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവര്, അതാ ബറക്കത്തില്ല എന്ന് പറയുന്നത്. ബറക്കത്ത് എന്ന് പറയുന്നത് അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ചിലര് പറയാറുണ്ടല്ലോ, എന്താണ് ഈ ബറക്കത്ത്, എന്താണ് ഈ ബറക്കത്ത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, സമ്പത്തിലെ ബറക്കത്ത് വേണം, മക്കളിൽ ബറക്കത്ത് വേണം, നമ്മുടെ കുടുംബത്തിൽ ബറക്കത്ത് വേണം, ജീവിതത്തിൽ ബറക്കത്ത് വേണം, ആയുസ്സിൽ ബറക്കത്ത് വേണം, നമ്മുടെ സമയങ്ങളിൽ പോലും ബറക്കത്ത് വേണം, നമ്മൾ കൊണ്ടു നടക്കുന്ന വാഹനത്തിൽ പോലും ബറക്കത്ത് വേണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവർ വാഹനം എടുക്കും, നല്ല വാഹനമാണ്, മഞ്ചുള്ള വാഹനമാണ്, ഓടിച്ചോണ്ട് നടക്കും, പക്ഷെ ഓരോ മാസത്തിലും അതിനു വേണ്ടി പൈസ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക. 4 ലക്ഷം രൂപയ്ക്ക് ഒരു വാഹനം എടുക്കും, 8 ലക്ഷം രൂപയ്ക്ക് പണിയും, പിന്നെയും പണിഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള വാഹനമുണ്ട്, അത് ബറക്കത്തില്ലാത്ത വാഹനമാ. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ആ വാഹനം നീ വിൽക്കുകയോ അത് മറിച്ചു കൊടുക്കുകയോ ചെയ്യണം. നിന്റെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്. വീടിന്റെ അവസ്ഥയും അത് തന്നെയാണ്. ചില വീടുകൾ ജീവിച്ചു കഴിഞ്ഞാൽ എത്ര കാശ് കൊണ്ടുവന്നാലും, എത്ര സമ്പത്ത് കൊണ്ടുവന്നാലും കയ്യിലൊന്നും ഉണ്ടാവില്ല. എപ്പോഴും രോഗമാണ്, മക്കൾക്ക് അസുഖങ്ങളാണ്, ഉമ്മയ്ക്ക് വാപ്പയ്ക്ക് എപ്പോഴും രോഗങ്ങളാണ്, എപ്പോഴും ഹോസ്പിറ്റൽ പോക്കുകൾ തന്നെ. വീട്ടിൽ വന്നാൽ ഒരു സ്വസ്ഥതയില്ല.
ശാന്തിയില്ല, സ്വസ്ഥതയില്ലാത്ത വീട് നിനക്കുണ്ടോ? ആ വീട് ബറക്കത്തില്ലാത്ത വീടാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അപ്പോൾ തന്നെ ഒഴിവാക്കിയേക്കണം. അതേപോലെയാണ് ചില ജോലികള്, ചില വീടുകള്, അതേപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പല കാര്യങ്ങള്, എല്ലാത്തിലും ബറക്കത്ത് വേണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളത് അത് നമുക്ക് പ്രയോജനപ്പെടാൻ കഴിയണം, അതാ ബറക്കത്ത്. നിലനിൽക്കുകയും അത് പ്രയോജനമുള്ളതാവുകയും ചെയ്യുക, അതാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. ക്യാഷ് ഉണ്ട്, 10,000 റുപ്യ. നമ്മുടെ ഉസ്താദ്മാരൊക്കെ ജീവിതം കണ്ടില്ലേ? ഇപ്പോഴും 10-ന് മേലോട്ട് പോകാത്ത ശമ്പള. 10,000 റുപ്യക്ക് ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഉസ്താദന്മാരുണ്ട്. നിങ്ങളുടെ മക്കള്, ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ മക്കള് 1 ലക്ഷം രൂപ മേടിച്ചിട്ട് അത് മതിയാകാത്ത മാതാപിതാക്കളില്ലേ? 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ നമ്മുടെ മക്കൾ ശമ്പളം മേടിച്ചിട്ട് അത് മതിയായിട്ടില്ല. ഉസ്താദേ, എന്റെ മകനിക്ക് ശമ്പളം കുറവാ. എത്ര ഉണ്ട്? അവനിപ്പോ 1.5 ലക്ഷം രൂപയേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. ആരോടാ ഈ പറയുന്നത്? ഉസ്താദിനോട്. ഉസ്താദിന് എത്ര ശമ്പളം? അത് 12,000 റുപ്യ ആയിട്ടുള്ളൂ. 12,000 റുപ്യ ആയിട്ടുള്ളൂ. മകന്റെ ദുഃഖം പറയാ, എന്റെ മകനിക്ക് 1.5 ലക്ഷം രൂപയേ ഉള്ളൂ. അതൊന്നിനും തികയുന്നില്ല ഉസ്താദ്, അതൊന്നിനും തികയുന്നില്ല. പാവപ്പെട്ട ഉസ്താദ് മുകളിലോട്ട് ഇങ്ങനെ കണ്ണു മേലോട്ട് വെച്ചിട്ട് ചോദിക്കണ, റബ്ബേ, അപ്പൊ എന്റെ അവസ്ഥ എന്താണ്? അൽഹംദുലില്ലാ, ആ 12,000 റുപ്യ കിട്ടിയിട്ടും എന്റെ മക്കൾക്ക് ഇവിടെ യാതൊരു കുഴപ്പമില്ല. അവര് നല്ല സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്, എന്റെ വീട്ടിൽ ദാരിദ്ര്യമില്ലാതെ പോകുന്നുണ്ട്. മറ്റതിന് ആ 1.5 ലക്ഷം രൂപ മേടിക്കുന്നതിന് ബറക്കത്തില്ല, അതിനൊരു ബറക്കത്തുമില്ല. 12,000 റുപ്യ മേടിക്കുന്ന ഉസ്താദിന്റെ കാശിന് ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരുടെ ശമ്പളം കുറയ്ക്കാൻ വേണ്ടി നിൽക്കല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? അവരുടെ ശമ്പളം കുറയ്ക്കാൻ വേണ്ടി നിൽക്കല്ലേ? അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളവരാ. അവരുടെ മക്കളെ നോക്കണം, അവർക്കും അതേപോലെ ജീവിക്കണ്ടേ, റാഹത്തായി ജീവിക്കണ്ടേ, മക്കളെ നല്ല നിലയിൽ പഠിപ്പിക്കണ്ടേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ബറക്കത്ത് എന്ന് പറയുന്നത് അതാണ്. ഉള്ളതിൽ പ്രയോജനമുണ്ടാവുക, നിലനിൽക്കുകയും ചെയ്യുക, നിലനിൽപ്പുണ്ടാവുക. 4-5 മക്കളുണ്ട്, പക്ഷെ എല്ലാവരും മരണപ്പെട്ടു പോവുകയാണ്, എല്ലാവർക്കും രോഗമാണ്, ബറക്കത്തില്ല. എപ്പോഴും അതിനെ ചൊല്ലി ഇങ്ങനെ പ്രയാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സമ്പത്തിൽ ബറക്കത്ത് വേണം, മക്കളിൽ ബറക്കത്ത് വേണം, കുടുംബത്തിലും ബറക്കത്ത് വേണം, എല്ലാ കാര്യങ്ങളിലും ബറക്കത്ത് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, എപ്പോഴും രോഗമാണ് നബിയേ, രോഗമാണ് നബിയേ, രോഗമില്ലാത്തൊരു സമയങ്ങളുമില്ല നബിയേ, വല്ലാത്ത പ്രയാസമാണെന്ന് സഹാബത്ത് വന്നുകൊണ്ട് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അവിടുന്ന് സഹാബത്തിനോട് പറഞ്ഞത്, സഹാബാ, നിസ്കരിക്കണേ സഹാബോ, നല്ലതുപോലെ അല്ലാഹു വേണ്ടി ഇബാദത്ത് ചെയ്യണേ സഹാബോ, അല്ലാഹുവിനോട് ബറക്കത്തിന് വേണ്ടി തേടണേ സഹാബോ, മക്കൾക്ക് വേണ്ടിയിട്ട്, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, നിന്റെ സമ്പത്തിന് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടി, വാഹനത്തിന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി നീ ദുആ ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവേ, എന്റെ മക്കൾ നല്ല മക്കളാക്കി മാറ്റണേ അല്ലാ. വഴിപിഴച്ചു പോകുന്ന മക്കളുണ്ട്, പക്ഷേ മുഴുവനും വഴിപിഴച്ചു പോയിരിക്കുക. ഒന്നുപോലും മാതാപിതാക്കൾക്ക് ഗുണമുള്ളതില്ല. എല്ലാവരും വഴിപിഴച്ചു പോയി. ഒരുത്തൻ കള്ളുകുടിയാണ്, ഒരുത്തൻ MDMA ഹോൾസെയിലായിട്ട് വിൽക്കുന്നവനാണ്, ഒരുത്തിയാണെങ്കിൽ ഫാഷൻ നടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാണ്. എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളിൽ ബറക്കത്തില്ലാതെ വരുമ്പോൾ, നീ മയ്യത്തായി കിടക്കുന്ന സമയത്ത് പൊന്നു മോനെ, നിനക്ക് വേണ്ടിയിട്ട് കണ്ണുനീരൊലിപ്പിച്ചിട്ട് എന്റെ വാപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലോ എന്ന് ആത്മാർത്ഥതയോടെ പറയുന്ന മക്കളുണ്ടോ? അതാണ് ബറക്കത്തുള്ള മക്കള്. നമുക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി നെഞ്ചുരുകിയിട്ട് ദുആ ചെയ്യുന്ന മക്കള്. വാപ്പാ അസുഖമൊക്കെയല്ലേ, പ്രായമായില്ലേ, ഇനി അധ്വാനിക്കാൻ പോകണ്ട വാപ്പാ, വാപ്പ വീടിന്റെ അകത്തിരുന്ന് കൊണ്ട് വിശ്രമിച്ചാ മതി, വാപ്പ ധാരാളമായി ഇബാദത്ത് ചെയ്തു, എന്ത് വേണമെങ്കിലും ഈ മകനോട് പറയണേ വാപ്പാ എന്ന് പറയുന്ന സ്വാലിഹായ മക്കളെ കിട്ടണോ?
മക്കൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. ബറക്കത്തില്ലാത്ത വീടേതുപോലെ എന്നറിയുമോ? അത് ഖബറിന് തുല്യമാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, അതാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. ആ ബറക്കത്താണ് എടുത്തു കളയുന്നത്. ദുനിയാവിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആല വരുന്ന ശിക്ഷ ഒന്നാമത്തത്, നിന്റെ റിസ്ഖിലെ ബറക്കത്ത് അല്ലാഹു നിൽക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്.